ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണാം. ഇന്നലെ വീഡിയോ ഇട്ടില്ല, ചർച്ചിൽ പോയതുകൊണ്ട് ഒക്കെ താമസിച്ചാണ് വന്നത്. ഇന്ന് രാവിലെ ഗോതമ്പ് ദോശ, നമ്മുടെ സ്ഥിരം ഐറ്റമായ നല്ല റോട്ടി പോലെ ചുട്ടതാണ്. ഗോതമ്പ് ദോശയും വെജിറ്റബിൾ കറിയുമാണ്. ഇതിനകത്ത് പാലോ പശുവും പാലോ തേങ്ങാപ്പാലോ അല്ല, തേങ്ങ അരച്ചോ ഒന്നും ചേർത്തിട്ടില്ല. മുളകും മല്ലിയും ഉരുളക്കിഴങ്ങ് കറി വെക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ സാധാരണ വെക്കുന്നത്. പാലൊഴിച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്, അതിന് കട്ട് ചെയ്ത് നല്ലതാണ്. അതുകൊണ്ട് കുറച്ച് ഈ വെജിറ്റബിൾ കറി വലിയ താല്പര്യമില്ല ഗോതമ്പ് ദോശ, അത് എന്നാലും അതുകൊണ്ട് ഓരോ മുട്ട ബുൾസയും കൂടെ ഉണ്ടാക്കി. അപ്പോൾ ബാക്കി കറി ഇരിക്കുമല്ലോ, അത് വൈകിട്ട് ചപ്പാത്തിയുടെ കൂടോ അല്ലെങ്കിൽ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ എടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ വെള്ളം കുടിച്ചതുകൊണ്ട് കുറച്ച് കോഫിയെ കുടിച്ചുള്ളൂ, ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാണാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വലിയ എരിവില്ല. 2 പച്ചമുളക്, സവാള, തക്കാളി, അല്പം ഇഞ്ചി, പിന്നെ ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ഇതാണ് ഇത്രയും ആണ് ചേർത്താണ് ഉണ്ടാക്കിയത്. ഗ്രീൻ പീസ് ഒന്നും ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അത് കുഴഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് വേറൊരു രീതിയിലാവും. ഗ്രീൻ പീസ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്, പക്ഷേ വെന്തങ്ങ് ഉടഞ്ഞു പോയില്ല. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് തിങ്കളാഴ്ച രാവിലെയാണ്. മക്കളൊക്കെ രാവിലെ വിളിച്ചു, എല്ലാവരും രാവിലെ സ്കൂളിലോട്ടൊക്കെ പോയി. ഓഫീസ് വർക്കുകാരെല്ലാം ഓഫീസിന് ആരംഭിച്ചു. ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് ഉച്ചക്കത്തെ കാര്യങ്ങൾ, ഉച്ചഭക്ഷണം, ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമാകുന്നു, മണി 8 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശരി, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങാം. നമുക്കൊരു ഫിഷ് കറി ഉണ്ടാക്കാം. അന്ന് അയല റോസ്റ്റ് ചെയ്തതിൻ്റെ ബാക്കി എണ്ണ വെച്ചിരുന്നു. കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക്, ഒരു 1/4 ടീസ്പൂൺ, അല്പം ഉലുവ. ഞാനൊരല്പം ഉലുവ കൂടുതൽ ചേർക്കും, ഷുഗർകാർക്കൊക്കെ എന്നാണ്. ഇനി അധികം പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതൊന്ന് പൊട്ടുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ഇത് രണ്ടും കൂടെ ഒന്ന് ഒരുവിധമൊന്ന് മതിയട്ടെ. ഇതൊന്ന് ഇഞ്ചി ഒന്ന് ബ്രൗൺ ആകണം. ഇതിനകത്തെ പച്ചമുളക്, സവാള, തക്കാളി ഒന്നും ചേർക്കുന്നില്ല. ഇത് കല്യാണത്തിനൊക്കെ, നമ്മുടെ ക്രിസ്ത്യൻ കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്ന മീൻകറിയുടെ ഒരു പതിപ്പാണ്. ഇനി ഇതിലേക്ക് ഒരു 10 കഷ്ണം മീനുണ്ട്, അയലയാണ്. ഒരുവിധം തീരെ ചെറുതല്ല, ഒരുവിധം വലുതാണ്. 10 കഷ്ണം മീനും, ഒരു 10 ചുവന്നുള്ളി, അത് ഒരുവിധം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ
ഈ ചുവന്നുള്ളിയും അതുപോലെ കനം കുറച്ചരിഞ്ഞതാണ്. അത് ഇതുപോലെ ഒരുവിധം ഒന്ന് ബ്രൗൺ ആകണം. ഈ 3 ചേരുവകളാണ് മെയിനായിട്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. ഒരു 10 കഷ്ണത്തിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഒരു 10 കഷ്ണം മീൻ അത്രയൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ചാറുമൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. 2 ടേബിൾ സ്പൂൺ. അല്പം കൂടി ഇതെല്ലാം ഒന്ന് ബ്രൗൺ ആകണം. ഇതേ പഴയ കാലത്തെ ഫ്രിഡ്ജും കാറ്ററിങ്ങും ഒന്നും ഇല്ലാതിരുന്ന കാലത്തെ ശനിയാഴ്ച മീൻ ഇതേപോലെ കറി വേവിക്കുകയാണ്. മീൻ വേവിച്ചത് എന്നാണ് കല്യാണത്തിൻ്റെ മീൻ കറിക്ക് പറയുന്നത്. അത് ശനിയാഴ്ച ഉച്ച കഴിയുമ്പോഴത്തേക്ക് വേവിച്ച് കഴിയും, കറി വെച്ച് കഴിയും. ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് കല്യാണം. മിക്ക വീടുകളിലും കല്യാണം അങ്ങനെയാണ്, പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. അതുവരെ ഇത് കേടാകാതിരിക്കണം. തണുത്തിട്ട് അടച്ച് കെട്ടി, ഇല കൊണ്ട് അടച്ച് കെട്ടി, തുണി കൊണ്ട് മൂടി ഒക്കെ അങ്ങനെ വെച്ചേക്കും. തിങ്കളാഴ്ച രാവിലെ ഇത് തുറക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഏറെക്കറി ആയിക്കഴിഞ്ഞു. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, എരിയുള്ള മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇത്രയും ചേർക്കാം. തീ ഏറ്റവും കുറച്ച് വെക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് കുടംപുളിയാണ്. കുടംപുളിയും ഇത്രയും കുടംപുളി വേണം. ഒരു 8-10 ചെറിയ പീസസ് കുടംപുളി ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ചും കൂടെ വെള്ളം ചേർക്കണം. ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇടുന്നു. ഒന്ന് പറ്റട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തോളം ചേർക്കണം. ഇതൊന്ന് നല്ലതുപോലെ എണ്ണയ്ക്കകത്ത് ഈ ചാറൊക്കെ റോസ്റ്റ് ആകട്ടെ. ഈ രീതിയിലാണ് പഴയ കാലത്ത് ഫിഷ് കറി. ഇന്ന് കാറ്ററിങ്ങും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർ വേറെ പല കാര്യങ്ങൾ. ഇത് തിരുവല്ല കോഴഞ്ചേരി ഭാഗത്തുണ്ടാക്കുന്ന ഫിഷ് കറി, മീൻ കറിയാണ്. മീൻ വേവിച്ചെന്നാണ് അന്ന് പറയുന്നത്, കല്യാണങ്ങൾക്കൊക്കെ വിൽക്കുന്നത്. അത് എൻ്റെ അമ്മ വീട് തിരുവല്ല, എൻ്റെ ഫാദറിൻ്റെ വീട് കോഴഞ്ചേരി. അപ്പോൾ രണ്ടിടത്തും ഇത് തന്നെ. ഭക്തഗ്രഹം മാവേലിക്കര അവിടെയും ഇതുപോലൊക്കെ തന്നെയാണ് മീൻകറി വെക്കുന്നത്. അതേ മീൻകറി തന്നെയാണ് ഞങ്ങളിപ്പോഴും ഫോളോ ചെയ്യുന്നത്. തേങ്ങ അരയ്ക്കത്തില്ല. അതിന് പകരം ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇച്ചിരി കപ്പ വാങ്ങിച്ചു, കപ്പയ്ക്ക് കൂടെ കൂട്ടാനുള്ളതാണെങ്കിൽ എരിവ് ഇത്തിരി പെട്ടെന്ന് കൂട്ടേണ്ടതുകൊണ്ട് ഒരല്പം മല്ലിപ്പൊടി ചേർക്കാം. എന്നാലും തേങ്ങ അധികം ആരും അരയ്ക്കാറില്ല. അത് കുറച്ച് ഇവിടെ വലിയ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തലയും അല്ലാത്ത ഭാഗങ്ങളൊക്കെ ചേർത്താണ് തേങ്ങ അരച്ച് വെക്കുന്നത്. അല്ലാതെ എല്ലാ വീടുകളിലും ഇങ്ങനെയാണ്. ഇപ്പോഴെല്ലാവരും വെക്കും. ഇപ്പം പുതിയ യങ് ജനറേഷൻ വന്നു. അവർക്ക് ടൊമാറ്റോ ഇല്ലാതെ മീൻകറി ഇല്ല. പച്ചമുളക്, സവാള ഒക്കെ ചേർത്തുള്ള മീൻകറിയാണ്. ഞാനിപ്പോഴും ഇങ്ങനെയാണ് മീൻകറി വെക്കുന്നതിനപ്പുറമായിട്ട് ചിലപ്പോൾ ഇച്ചിരി ഒരു പാല്, തേങ്ങാപ്പാൽ അതുപോലും ഇഷ്ടമല്ല. ഇങ്ങനെ ഇരിക്കണം മീൻകറി. ഇതിനകത്ത് മല്ലിപ്പൊടി ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വല്ലായ്മയാണ്. മക്കൾക്കും പ്രത്യേകിച്ച് ഹസ്ബൻഡിനാണല്ലോ ഞാൻ പ്രിഫറൻസ് കൊടുത്ത് ഞാൻ മീൻകറി വെക്കുന്നത്. ബാക്കി കുഞ്ഞുങ്ങൾക്കൊന്നും കുഴപ്പമില്ല. അവർക്ക് തേങ്ങ അരച്ചതാലേ ഇല്ലെങ്കിലും അവർക്കൊന്നും പ്രശ്നമില്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള മീൻകറിയാണ് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ശീലിച്ചതായതുകൊണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കണം. മൊത്തത്തിൽ ഒരു 2 ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളമൊക്കെ ചേർക്കണം. മീൻ വെന്ത് പറ്റി ചാറ് കുറുകുന്നവരെ വെയിറ്റ് ചെയ്യണം. അല്ലാതെ മീൻ കുറുകെ കലക്കി അങ്ങോട്ടിട്ടേച്ച് 5 മിനിറ്റിനകം മീൻ എടുത്താൽ ശരിയാകത്തില്ല. വെന്ത് പുളിയും ഉപ്പുമൊക്കെ പിടിച്ച്, ഉപ്പ് ചേർത്തില്ല, ഉപ്പും കൂടെ ചേർക്കണം.
അപ്പോൾ ഇന്ന് ഒഴിക്കാനുള്ള കറിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയില്ല. ഇപ്പോൾ ഇന്ന് ഇച്ചിരി മീൻ്റെ നല്ല ചുമന്ന എരിവുള്ള മീൻ കറിയാണ്. അതും ഇച്ചിരി അവിയലും പപ്പടവും കൂടെ ചേർത്ത് നമുക്ക് ഇന്നത്തെ ഊണ് സ്റ്റാർട്ട് ചെയ്യാം. എന്നും ഒഴിക്കാനുള്ള കറി രാവിലെ ഉണ്ടാക്കിയ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് വെജിറ്റബിൾ കറിയുണ്ട്. ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അതുകൊണ്ട് ഇന്നിത് മതി. അപ്പം ശരി.